Hello guys, it's me Aisha. Welcome back to Aisha World. Back to my YouTube channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ 2023 സ്പാനിഷ് ഡ്രാമ അഥവാ സ്പാനിഷ് റൊമാൻറ്റിക് ചിത്രമായ മൈ ഫേർട്ടിന് സീരീസിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. അതിൽ ഗബ്രിയും മാർക്കോസും ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ ആയിഷ ഓൺലൈൻ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ അന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ 2023 ഇറ്റായ സ്പാനിഷ് റൊമാൻറ്റിക് ചിത്രമായ മൈ ഫേർട്ട് എന്ന ഡ്രാമയെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. അതിൽ നിക്കോളസ് വിൽസണും ഗബ്രീസ് ഗുരുവേരയും തമ്മിൽ അഭിനയിച്ച ഒരു അടിപൊളി റൊമാൻറ്റിക് പടം തന്നെയാണ്. റൊമാൻറ്റിക് പടം എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര റൊമാൻറ്റിക് പടം തന്നെയാണ് കേട്ടോ. അതിൽ നമ്മുടെ കഥാപാത്രനായ നിക്കോ തൻ്റെ അച്ഛൻ മരിച്ചിട്ടുണ്ടോ, അതുകൊണ്ട് തന്നെ തൻ്റെ നാടും നാട്ടുകാരെയും ഫ്രണ്ട്സിനെയും പിന്നെ ബോയ് ഫ്രണ്ടിനെയും ഒക്കെ ഉപേക്ഷിച്ച് അമ്മയുടെ കൂടെ രണ്ടാമത്തെ അച്ഛൻ സ്റ്റെപ്പ് ഫാദർ ഉണ്ടാവുമല്ലോ അവരുടെ നാട്ടിലേക്ക് പോവുകയാണ്. അപ്പം അമ്മ ചോദിക്കുന്നൊന്നും അവൾ അധികം ആൻസർ പറയുന്നില്ല. അമ്മയുടെ കുറച്ച് ഭാഷകളൊക്കെ വിട്ടിട്ടാണ് കഥാനായിക. അങ്ങനെ അവിടെ ചെന്ന് അച്ഛനെ കാണുകയും പിന്നെ അതേപോലെ തന്നെ അവൾക്കൊരു സ്റ്റെപ്പ് ബ്രദർ ഉണ്ട്, അതാണ് കഥയിലെ നായകൻ. അവനെ കാണുകയും തമ്മിൽ കുറച്ച് ഏറ്റുമുട്ടലൊക്കെ ഉണ്ടാവും. തുടക്കത്തിൽ ഭയങ്കര ഏറ്റുമുട്ടലാണ്. ഈ നടൻ്റെ ക്യാരക്ടർ എന്താണെന്ന് ചോദിച്ചാൽ നിക്കോ എന്നാണ് കഥാനായകൻ്റെ പേര്. നിക്കോൻ്റെ ക്യാരക്ടർ എന്താണെന്ന് വെച്ചാൽ ഇത് പെണ്ണുങ്ങളുമായിട്ട് കൂടുതൽ ഇടപഴകി അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അതിവിടെ കാണുമ്പോൾ തന്നെ വെറുപ്പായിരിക്കും. പിന്നെ അങ്ങനെ കുറേ ഏറ്റുമുട്ടലുകൾക്ക് ശേഷം ഇവനൊരു കാർ റേസിങ്ങിന് ആളായിരിക്കും. അവർക്ക് അതിനോട് ഭയങ്കര ക്രേസ് ആയിരിക്കും. ഈ നിക്കോക്ക് അഥവാ നിക്കോക്ക് അല്ലാതെ എൻ്റെ പേര് കഥാനായകന് സ്റ്റെപ്പ് മദറിനോടും അഥവാ നായകൻ്റെ അമ്മനോടും അച്ഛനോടൊന്നും യാതൊരു ദേഷ്യം വെറുപ്പൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇവൾക്ക് അങ്ങനെ കാണാൻ പറ്റുന്ന ക്യാരക്ടറല്ല. പിന്നെ അവസാനം എല്ലാ സിനിമയിലും പോലെ തന്നെ ഈ നായികക്ക് സ്റ്റെപ്പ് ബ്രദറായവനോട് ഇഷ്ടം തോന്നുകയും തമ്മിൽ പല ബന്ധങ്ങളും ഏർപ്പെടുകയും, അതാണ് റൊമാൻറ്റിക്കായിട്ട് കാണിക്കുന്നത്. ഏർപ്പെടുകയും പക്ഷെ ഒരിക്കലും അവർക്ക് ഒന്നിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ സ്റ്റെപ്പ് ബ്രദർ അല്ലേ, ഫാമിലിൻ്റെ എതിർത്ത് നല്ല ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഈ ഡ്രാമയുടെ ചുരുങ്ങിയ രൂപം. ഇനി ഈ ഡ്രാമയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളാണെന്നുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ഞാനിതിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.